ഒരു കാർ സ്വന്തമായി വാങ്ങുന്നത് പലർക്കും വലിയൊരു സ്വപ്നമായിരിക്കും. പക്ഷെ എനിക്കത് അതിലും വലുതാണ്. കാരണം ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറി മേഖലയിലാണ് ജോലി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു കാർ വാങ്ങുന്നത് എനിക്കൊരു വാഹനം വാങ്ങുന്ന എന്നതിലുപരി ജീവിതത്തിലെ ഒരു വലിയ ഫൈനാൻഷ്യൽ ഡിസിഷനാണ്. കാരണം ഒരു തെറ്റായ തീരുമാനം വർഷങ്ങളോളം EMI ആയി കൂടെ നടക്കും എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജേണി ഞാൻ മുഴുവൻ ഡോക്യുമെന്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്ലാനിംഗ് മുതൽ റിസർച്ചിങ്, ഷോറൂം വിസിറ്റ്, ലോൺ കമ്പാരിസൺ, ഫൈനൽ ഡിസിഷൻ, ബുക്കിംഗ്, ഡെലിവറി, ഓണർഷിപ്പ്, അങ്ങനെ എല്ലാ ഘട്ടവും ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ തീരുമാനിച്ചു. ഇതൊരു കാർ റിവ്യൂ സീരീസ് ആയിട്ടൊന്നും കാണണ്ട. കാരണം ഇതൊരു സാധാരണ സാലറി വാങ്ങുന്ന ഒരാളുടെ ഏറ്റവും വലിയൊരു ഫൈനാൻഷ്യൽ ഡിസിഷൻ എങ്ങനെ ആലോചിച്ച് തീരുമാനമെടുക്കാം എന്നതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ആയിട്ട് കണ്ടാൽ മതി. സോ എല്ലാവർക്കും വെൽക്കം ടു പ്രൊജക്ട് ടിയാഗോ EV. എന്തുകൊണ്ട് EV? അതൊരു ചോദ്യമാണല്ലോ അല്ലെ? കാരണം മാർക്കറ്റിൽ പെട്രോൾ വണ്ടികളുണ്ട്, ഡീസൽ ഉണ്ട്, CNG ഉണ്ട്, EV ഉണ്ട്. ഞാൻ ഓൾറെഡി ഏബറിന്റെ ഒരു 2 വീലറാണ് ഓടിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഉപകാരം. കാരണം മുന്നേ ഞാൻ പെട്രോളിനൊക്കെ ആയിട്ട് ഒരു 3000 രൂപ മാറ്റി വെച്ചെടുത്തോട്ട് ഇപ്പോൾ കറണ്ട് ബില്ല് ഞാൻ നോക്കുമ്പോൾ ഏകദേശം 2 മാസം കൂടുമ്പോൾ ഒരു 400-500 രൂപയെ വരുന്നുള്ളൂ. അത് മാക്സിമം ആണ്. ശരിയാണ്, അതിന്റെ സർവീസിന് കുറച്ച് ചാർജസ് വരുന്നുണ്ട്. അത് മുമ്പൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സർവീസസ് ഒക്കെ കുറച്ചും കൂടെ എന്താ പറയാ റേറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ന് നോക്കുമ്പോൾ പോലും എനിക്കത് ലാഭകരമാണ്. കാരണം ഇപ്പോൾ അതൊരു 50,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പെട്രോൾ വെഹിക്കിളാണ് ഞാൻ ഓടിക്കുന്നത് വെച്ചാൽ ഞാൻ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ട വന്നിട്ടുണ്ടാവും ഈ 50,000 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ. സോ അത് തന്നെയാണ് എന്റെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുമ്പോൾ നമുക്കത് റണ്ണിങ് കോസ്റ്റ് നമുക്ക് ഫീസിബിൾ ആയിരിക്കണം. EMI അടയ്ക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് പെട്രോളിനും വേണ്ടിയിട്ട് വലിയൊരു തുക മാറ്റി വെക്കാൻ എന്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. EV എന്നൊരു തീരുമാനത്തിലെത്തിയപ്പോൾ അടുത്ത ചോദ്യം, ഏത് EV? കാരണം മാർക്കറ്റിൽ സിങ്ങുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓരോ കാരണവും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. എന്റെ ബഡ്ജറ്റിൽ വരുന്ന മോഡൽസ് മാത്രം ഓരോന്നായി ഞാൻ കമ്പയർ ചെയ്യാനും തുടങ്ങി. ആദ്യം പ്രൈസ്, അതുപോലെ റണ്ണിങ് കോസ്റ്റ്, പിന്നെ ബാറ്ററിയുടെ വാറന്റി, സേഫ്റ്റി, പിന്നെ അവരുടെ സർവീസസ്, പിന്നെ നമുക്ക് കിട്ടുന്ന റേഞ്ച്, അത് റിയൽ വേൾഡിൽ കിട്ടുന്ന റേഞ്ച്, ഇതെല്ലാം കമ്പയർ ചെയ്തു. അങ്ങനെ അവസാനം എന്റെ ഷോർട്ട് ലിസ്റ്റിൽ ബാക്കി ഉണ്ടായിരുന്ന 3 കാറുകൾ മാത്രമായി. അതായത് MGയുടെ കോമറ്റ് EV, പിന്നെ ടാറ്റ ടിയാഗോ EV, പിന്നെ ടാറ്റയുടെ തന്നെ പഞ്ച് EV. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 3 വണ്ടികളിൽ ആദ്യത്തെ പഞ്ച്. സത്യത്തിൽ പഞ്ച് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്റെ ബഡ്ജറ്റിനെക്കാളും കുറച്ചധികം മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ആ പഞ്ചിനെ അങ്ങോട്ട് ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് കട്ട് ചെയ്തു. പിന്നെ ഇനി ബാക്കിയുള്ളത് 2 കാറുകളാണ്, MG കോമറ്റും പിന്നെ ടിയാഗോ EV. ഇവിടെ MG കോമറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും അതിന്റെ ആ ചെറിയ സൈസും, പിന്നെ എന്താ പറയാ സിറ്റിയിൽ ഡ്രൈവ് ചെയ്യാനുള്ള അതിന്റെ കൺവീനിയൻസ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ആയിട്ട് എനിക്ക് അട്രാക്ട് ചെയ്തതാണ്. അതിനുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറയില്ല ഒരു 2 സ്റ്റെപ്പ് അബവ് ആണ്. പക്ഷെ പ്രശ്നം വേറൊരു കാര്യമാണ്. ഞാൻ ആലോചിച്ചു, നമ്മളൊരു കാർ എടുക്കുമ്പോൾ ഒരു 5 മുതൽ 10 വർഷത്തേക്കാണ് നമ്മളതിനെ നമ്മുടെ സ്വന്തമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി അത് വലുതാകും. പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങൾ വരും, ഹോസ്പിറ്റൽ കേസസ് വരാം, നമ്മുടെ ഒപ്പമുള്ളവർക്ക് പ്രായമാകും. അപ്പോൾ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കണം. ഡ്രൈവർക്ക് മാത്രം കംഫർട്ടായിട്ടിരിക്കാൻ പോരല്ലോ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ അവസാനം നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ ഫാമിലി റിക്വയർമെന്റ്സും കൂടെ നോക്കിയപ്പോൾ ഞാൻ അവസാനം ടാറ്റ ടിയാഗോ EV മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ടാറ്റ ടിയാഗോ EV ഞാൻ ഏകദേശം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ ഇതിനായിട്ട് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം പ്ലാനിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എനിക്ക് ആൻസേഴ്സ് കിട്ടേണ്ട കുറെ ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ ടിയാഗോ EVയിൽ തന്നെ പല വേരിയൻസ് വരുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് വേരിയന്റ് ഏത് വേണമെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ പ്യുവർ പ്ലസ് വേണോ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓൺ റോഡ് പ്രൈസ് എത്ര വരും നമ്മുടെ ഇവിടെ, അതുപോലെ ലോൺ നമുക്ക് എത്ര കിട്ടും, നമ്മൾ എത്ര ഡൗൺ പേയ്മെന്റ് നടത്തേണ്ടി വരും, EMI എത്ര പെർ മന്ത് എനിക്ക് കൊടുക്കേണ്ടി വരും, ഇൻഷുറൻസിന് എത്ര വരും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ വീട്ടിൽ കറണ്ട് ബില്ല്, ഞാൻ നേരത്തെ പറഞ്ഞു ഏതധികം ബില്ല് വരുന്നില്ല എന്നുള്ളത്. പക്ഷെ അതുപോലെ തന്നെ ആകുമ്പോൾ ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാർ എടുത്താൽ അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് എത്ര വരും, ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഇപ്പോഴും ഒരു ഫൈനൽ ആൻസർ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജേണി ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതൊരു ഡോക്യുമെന്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഷോറൂമിൽ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ കൊട്ടേഷൻ എടുക്കണം, ലോൺസ് കമ്പയർ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്കൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്രൊജക്ട് ടിയാഗോ EVയുടെ ആദ്യ സ്റ്റെപ്പ് പ്ലാനിംഗ് ആണ് തുടങ്ങിയിരിക്കുന്നത്. സോ താങ്ക് യു.